നമസ്കാരം, ഞാൻ അസ്ട്രോളജർ വേണു മഹാദേവ്. നമ്മുടെ ചാനലിലേക്ക്, നമ്മുടെ ജ്യോതിഷ കൈരളിയിലേക്ക്, നമ്മുടെ എന്ന് പറയാൻ കാരണം നിങ്ങളുടെയും കൂടെയാണ്. കാരണം നമ്മൾ അങ്ങോട്ട് ഒരു നിങ്ങളുടെ അടുത്തൊരു ആവശ്യം പോലും പറയാതെ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്ത് ചാനലിനെ നിങ്ങൾ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുകയും വീണ്ടും വീണ്ടും നല്ല വീഡിയോ ചെയ്യാനുള്ള പ്രോത്സാഹനം എനിക്ക് തരുന്നു. അത് ഇന്നും നാളെയും ഗുരുവായൂർ ഏകാദശിയാണ്. ഇന്ന് ഗുരുവായൂർ ഏകാദശി വ്രതമാണ്. നാളെയാണ് ഗുരുവായൂർ ഏകാദശി, ഭഗവാന്റെ ദിവസമായതുകൊണ്ട് അതിന് നിങ്ങളോട് ഭഗവാന്റെ പേരിൽ നന്ദിയും കടപ്പാടും പറയുന്നതോടൊപ്പം തന്നെ എന്നും എൻ്റെ പ്രാർത്ഥനയും നിങ്ങളുണ്ടാവും. നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് ഇന്ന് മുന്നോട്ട് പോകുന്നത്. മീനക്കൂറുകാരുടെ ലൈഫ് എങ്ങനെ വിജയിക്കുമെന്നാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. അപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മൾ ശനി മാറ്റം അതുകൊണ്ട് വ്യാഴമാറ്റമൊക്കെ വീഡിയോ ചെയ്തപ്പോൾ ഇത് കണ്ട പല ആത്മമിത്രങ്ങളും ചോദിച്ചൊരു ചോദ്യമുണ്ട്. പിന്നെ ഏഴര ശനിയൊക്കെ കഴിഞ്ഞാൽ ഇനി ഞാൻ രക്ഷപ്പെടുമായിരിക്കും സാറേ. ഞാൻ പിന്നെ പൂയം നക്ഷത്രമാണ്, കർക്കിടകക്കൂറാണ്, അഷ്ടമശനി കഴിഞ്ഞ് കേട്ടോ, ഇനി നല്ലതല്ലേ? ഒരിക്കലുമല്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ശനിമാറ്റം, വ്യാഴമാറ്റം, രാഹുകേതു മാറ്റം, അതുപോലെ തന്നെ നമ്മുടെ മാസഫലം, ഈ വർഷഫലം, അങ്ങനെയൊക്കെ ഉള്ള നമ്മളെ പൊതുവായിട്ട് പറയുന്ന കാര്യങ്ങളെല്ലാം താൽക്കാലികമായി, ചാരവശാലം എന്ന് പറയുന്നതുകൊണ്ടാണ്, താൽക്കാലികമായിട്ടുള്ള ചെറിയ ഇമ്പാക്റ്റാണ് ഗ്രഹങ്ങളുടെ നിങ്ങളിലുള്ളത്. ഇത് താൽക്കാലികമായിട്ട് ചെറിയ, നമ്മൾ പറയില്ലേ, ചെറിയ ജലദോഷം പനി വരുന്ന പോലെ ഉള്ളൂ. അപ്പോൾ ലൈഫ് ലോങ് നിങ്ങളെ ബാധിക്കുന്ന ചില വലിയ മാരക രോഗങ്ങളെന്ന് പറയുന്ന പോലെ വലിയ മാരകമായ ദോഷങ്ങൾ അല്ലെങ്കിൽ തടസ്സങ്ങൾ എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കണമെങ്കിൽ ആദ്യം നിങ്ങളെ കൂറിൻ്റെ കൂടെ നിൽക്കുന്ന, നിങ്ങളെ കൂറ് പ്രകാരം നിങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ടതും നിങ്ങളെ കഷ്ടപ്പെടുത്തുന്നതുമായ ഗ്രഹങ്ങളെ കണ്ടുപിടിക്കണം. അപ്പോൾ എല്ലാ കൂറിനും അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ മീനക്കൂറെന്ന് പറയുമ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, പൂരിട്ടാതിയുടെ അവസാനത്തെ ഒരു പാദം, ഉത്രട്ടാതിയും രേവതിയും. കഴിഞ്ഞ കുറേ നല്ല, എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 4-5 വർഷമായിട്ട് ഈ പൂരിട്ടാതി, ഉത്രട്ടാതി, രേവതിക്കാർക്ക് ഭയങ്കര കഷ്ടകാലമാണ്. അപ്പോൾ ഇപ്പോഴും അവർ ചോദിക്കുന്നത് ഞങ്ങൾ രക്ഷപ്പെടുന്നതാണ്. ഒറ്റ കാര്യമേ ഉള്ളൂ, ഇതേ കൂറിൽപ്പെട്ട ധാരാളം ആൾക്കാർ ബിസിനസ് ചെയ്യുന്നുണ്ട്, വിജയിക്കുന്നുണ്ട്, കാര്യങ്ങളെല്ലാം സ്മൂത്തായി പോകുന്നുമുണ്ട്. അവർ ഒരു സംശയങ്ങളും ചോദിക്കുന്നുമില്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഇതിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ, നിങ്ങളുടെ കൂറിൻ്റെ അധിപതിയായ വ്യാഴനെ ലൈഫ് ലോങ് പ്രീതിപ്പെടുത്തിയേ പറ്റൂ. കാരണം നിങ്ങളുടെ ജനിച്ച കൂറിൻ്റെ ജന്മ അധിപതിയാണ്, 10ാം ഭാവാധിപതിയാണ്. നിങ്ങളെ കർമ്മം കൊണ്ട് നിങ്ങൾക്ക് പുഷ്ടി തരേണ്ടതും നിങ്ങൾക്ക് നല്ല ജോലിയും നല്ല പൊസിഷനും നല്ല ബിസിനസ്സും വിജയിപ്പിച്ച് തരേണ്ടത് ഈ വ്യാഴമാണ്. വ്യാഴപ്രീതിയില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വ്യാഴം ചാരവശാൽ ഇപ്പം പലരും പറയുന്നുണ്ട്, ഇനിയിപ്പം 2026 മാർച്ച് ആകുമ്പം വ്യാഴം ഞങ്ങൾക്ക് 5-ലോട്ട് വരും, 5-9 ഭയങ്കര നല്ല സ്ഥാനമെന്നാണ് പലരും പറയുന്നത്. അപ്പം ഇനിയിപ്പോൾ ഞങ്ങൾ രക്ഷപ്പെടും. ഒന്നുമില്ല, ഒരു നിലവിൽ നിൽക്കുന്ന അവസ്ഥയും ചെറുതായിട്ടൊന്ന് മുന്നോട്ട് പോകും, അത്രയേ ഉള്ളൂ. കടവും ബാധ്യതയും തീരൂല. അപ്പോൾ കടവും ബാധ്യതയും വരാതെയും നന്നായിട്ട് ബിസിനസ് വിജയിപ്പിച്ചും പോകണോ, നിങ്ങളുടെ കൂറിൻ്റെ അധിപതിയായ വ്യാഴത്തെ ലൈഫ് ലോങ് നിങ്ങൾ പ്രീതിപ്പെടുത്തിയേ പറ്റൂ, നിർബന്ധമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് യോഗകാരകൻ എന്ന് പറയുന്നത് ഈ 5ലേക്ക് വരുന്ന ചന്ദ്രനാണ്. ചന്ദ്രൻ നിങ്ങളെ യോഗകാരകനാണ്. ചന്ദ്രനെ ലൈഫ് ലോങ് പ്രീതിപ്പെടുത്തിയ ഗുണം ചെയ്യും. നിങ്ങൾക്ക് ജാതകാൽ ചന്ദ്രന് പക്ഷഫലം ഉണ്ടോ എന്ന് നോക്കണം. ഇല്ലെങ്കിൽ ചന്ദ്രപ്രീതികരമായ കാര്യങ്ങൾ നിർബന്ധമായും ചെയ്യണം. ദേവീ പ്രീതി വരുത്തിയാലേ നിങ്ങൾ രക്ഷപ്പെടുള്ളൂ. അപ്പോൾ ഈ ഞാൻ പറഞ്ഞാൽ മനസ്സിലായല്ലോ, വ്യാഴനെയും ചന്ദ്രനെയും പ്രീതിപ്പെടുത്തി പോകുന്ന മീനക്കൂറുകാർ, അതായത് ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർ, പൂരിട്ടാതിയുടെ അവസാന പാദക്കാർ രക്ഷപ്പെടണോ, വ്യാഴത്തിനെയും ചന്ദ്രനെയും പ്രീതിപ്പെടുത്തിയാലേ ജീവിതം രക്ഷപ്പെടുള്ളൂ. ഇനി അത് ലൈഫ് ലോങ് വേണം താനും. അപ്പോൾ എന്ത് ചെയ്യണം? വ്യാഴപ്രീതികരമായ വിഷ്ണുവിൻ്റെ അവതാരമൂർത്തികളുടെ ജപങ്ങൾ, സ്തുതികൾ, പ്രാർത്ഥനകൾ, അതുപോലെ തന്നെ അത്തരം ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക, ചന്ദ്രപ്രീതിക്ക് ദേവീ പ്രീതി വരുത്തുക, ശ്രീകൃഷ്ണ പ്രീതി വരുത്തുക. ഇനി മറ്റൊന്നുകൂടി പറയാം. നിങ്ങളുടെ ജാതകത്തിൽ ഇപ്പോൾ പലരും പറയും, ഇനിയിപ്പോൾ എന്തായാലും ശുക്ര ദശയാണ്, എനിക്ക് നല്ല സമയമായിരിക്കും. കാരണം ശുക്രനല്ലേ, ശുക്രൻ നല്ലതാണല്ലേ? ഒന്നുമല്ല. ഓരോ കൂറുകാർക്കും അവർക്ക് അനിഷ്ടം കൊടുക്കുന്ന ചില ദശകളുണ്ട്. ചില ഗ്രഹങ്ങളുടെ ദശ അവർക്ക് അനിഷ്ടമായിരിക്കും. അതുപോലെ നിങ്ങളെ സംബന്ധിച്ച് ശുക്രൻ, ബുധൻ, ശനി, ഈ 3 ഗ്രഹങ്ങളുടെയും ദശ അപഹാരങ്ങൾ നന്നല്ല. അതുപോലെ ഇനി കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ട മാരകത്വമുണ്ട്. ശുക്രദശയിലെ ശനി അപഹാരം, ബുധ അപഹാരം,
അതുപോലെ തന്നെ ഇവരുടെ അതായത് ശനിയുടെയോ ബുധൻ്റെയോ ദശയിൽ ശുക്രൻ്റെ അപഹാരം നല്ലതേ അല്ല. എന്തുകൊണ്ട് എന്ന് വെച്ചാൽ ഒറ്റ വാക്കിൽ ഉത്തരം പറയാം. നിങ്ങൾക്ക് ആ സമയത്ത് ഈ ശുക്രൻ സുഖത്തിൻ്റെ ആളാണ്. അവിഹിത മാർഗങ്ങളുടെ സുഖം, സന്തോഷം, പിന്നെ ധനം, നമ്മൾ പത്രത്തിലൊക്കെ വായിക്കാറില്ലേ, അവിഹിത മാർഗത്തിലൂടെ സമ്പാദിച്ചു, അവിഹിത ബന്ധങ്ങൾ, ഇത് നിങ്ങളറിയാതെ വന്ന് ചേരും. അതിനെ ഓവർകം ചെയ്തില്ലെങ്കിൽ വീണു പോകും. അപ്പോൾ അത് ചെയ്യേണ്ട വേറൊന്നുമല്ല. അതുപോലെ തന്നെ ധന ഇടപാടുകൾ, ചിലപ്പോൾ നിങ്ങൾക്ക് മോറലി അവിഹിതമായി ഒരു ഇടപാടും കാണൂല, പക്ഷേ ധനപരമായിട്ട് ആരെങ്കിലുമൊക്കെ സഹായിക്കാൻ പോയി കടം വാങ്ങിച്ചു കൊടുത്ത് മറ്റുള്ളവരെ സഹായിച്ചാൽ അതിലൂടെ നിങ്ങൾക്ക് പണി കിട്ടും. ജീവിതത്തിൽ കരകയറാത്ത കടവും ബാധ്യതയും വരും. അപ്പോൾ ഇതെല്ലാം ഓവർകം ചെയ്യണമെങ്കിൽ നിങ്ങൾ ശുക്രൻ ബുധൻ ശനി ഇവരുടെ ദശ അപഹാരങ്ങളിൽ തീർച്ചയായിട്ടും വളരെ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം. ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം ശനി എന്നൊക്കെ പറഞ്ഞാൽ കൊച്ചാളല്ല, 19 വർഷമുണ്ട്. അപ്പോൾ ലൈഫിലെ നല്ലൊരു പാർട്ട് മുഴുവൻ ശനി ദശയായിരിക്കും. ചില ഗ്രഹങ്ങളുടെ ഇതിൽ ശനിയുടെ അപഹാരവും വരുന്നുണ്ട്. അപ്പോൾ ശനിപ്രീതി വരുത്തി തന്നെ പോകണം. ഇതിനുവേണ്ടി നിങ്ങൾ 10,000 കണക്കിന് ലക്ഷക്കണക്കിന് മുടക്കി ഹോമവും മന്ത്രവാദവും കഴിക്കാൻ ഞാൻ പറയില്ല, ഞാൻ അതിനെ എൻ്റർടൈൻ ചെയ്യില്ല. വിശ്വാസം മതി, അന്ധവിശ്വാസം വേണ്ട. ലഘുവായിട്ടുള്ള പരിഹാരങ്ങൾ, അതായത് അന്നദാനം ചെയ്യുക, ചെറിയ ചെറിയ ക്ഷേത്ര വഴിപാടുകൾ ചെയ്യുക. വഴിപാടിനേക്കാൾ നമ്മുടെ ജപം, പ്രാർത്ഥന, ധ്യാനം, ക്ഷേത്ര ദർശനം, ഇതാണ് നിങ്ങൾക്ക് നിർബന്ധമായി വേണ്ടത്. ഞാൻ പറയും, നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി ഒരു നാണയം പോലും ഇടാൻ ഭഗവാൻ ചോദിക്കുന്നില്ല. ഭഗവാന് നിങ്ങളെ പൈസ വേണ്ട. ഭഗവാന് വേണ്ടത് നിങ്ങളുടെ മനസ്സാണ്. അതുകൊണ്ടേ അർപ്പിക്കുക. നിങ്ങളുടെ വീട്ടിൽ നിന്ന് കുറച്ച് പൂക്കൾ പറിച്ച് ശുദ്ധമാക്കി കഴുകി വൃത്തിയാക്കി കെട്ടിക്കൊണ്ട് കൊടുത്താലും ഭഗവാന് മതി. പക്ഷേ നിങ്ങൾ ആശ്രയിക്കണം, ദൈവാധീനത്തെ ആശ്രയിച്ച് തന്നെ മുന്നോട്ട് പോകണം. ഇനി അടുത്തത്, ഇതിൽ നിങ്ങൾ ചെയ്യേണ്ട വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു വ്യാഴത്തെ പ്രതിപ്പെടുത്താതെ ധനവും ഐശ്വര്യം നിൽക്കില്ല, ബിസിനസ് വിജയിക്കില്ല, നിങ്ങളുടെ കർമ്മം വിജയിക്കില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇത് നിലനിർത്താൻ വ്യാഴത്തോടൊപ്പം നിങ്ങളെ സഹായിക്കേണ്ട ആളാണ് ചൊവ്വ. ചൊവ്വ ജാതകാൽ ഓജരാശിയിലാണോ യുഗ്മരാശിയിലാണോ എന്ന് നോക്കിയിട്ട് സുബ്രഹ്മണ്യ പ്രീതി, ഭദ്രകാളി പ്രീതിയൊക്കെ വരുത്തേണ്ടി വരും. അതുപോലെ ബുധനാണ് നിങ്ങൾക്ക് നല്ല കുടുംബം, കുടുംബസുഖം, കുടുംബ സംരക്ഷണം, അതുപോലെ നല്ല വാഹനം, അതുപോലെ തന്നെ നല്ല കല്യാണം, ഇഷ്ടപ്പെട്ടവരുമായിട്ടുള്ള നല്ല ബന്ധങ്ങൾ, പ്രണയത്തിൽ കലഹം ഉണ്ടാവാതിരിക്കുക, കുടുംബത്തിൽ ദാമ്പത്യ കലഹം ഉണ്ടാവാതിരിക്കുക. ഇതെല്ലാം ചെയ്യണമെങ്കിൽ ബുധൻ്റെ സപ്പോർട്ട് വേണം. ഇതിന് ഭാഗവതത്തിലെ രുക്മിണി സ്വയംവരം വായിക്കുന്നത് നല്ലതാണ്, ഭാഗവതം പാരായണം ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങൾ ദർശനം നടത്തി അവിടെ നമ്മളാൽ കഴിയുന്ന യഥാശക്തി വഴിപാട് ചെയ്ത് ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി നാമങ്ങൾ ജപിക്കുന്നത്. ഇനി നല്ല സന്താനം കിട്ടാനും, സന്താനം വന്നാൽ ആ സന്താനത്തിനെ കൊണ്ട് ഗുണവും ഐശ്വര്യവും അനുഭവവും വരാനും, അതുപോലെ നമ്മുടെ മനസ്സിന് സ്വസ്ഥതയും സമാധാനവും വരാനും ചന്ദ്രനെ തന്നെ ബലപ്പിക്കണം. അപ്പോൾ ചന്ദ്രൻ്റെ ബലം കിട്ടുമ്പോൾ നമുക്ക് സന്താനങ്ങൾ നമ്മളുമായിട്ട് നല്ല മാനസിക ഐക്യത്തിലും അവരുടെ സന്തോഷവും ഇത് നമുക്ക് അനുഭവിക്കാൻ പറ്റും. ദേവീപ്രീതി തന്നെ വേണം. അതുപോലെ തന്നെ ദേവീപ്രീതി എന്ന് പറയുമ്പം ചന്ദ്രന് പക്ഷഫലം ഉണ്ടോ ഇല്ലയോ നോക്കിയിട്ട് വേണം ഏത് ദേവിയും തീരുമാനിക്കാൻ. അതുപോലെ തന്നെയാണ് ബിസിനസ്സിൽ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ തടസ്സങ്ങളോ അല്ലെങ്കിൽ ബിസിനസ്സിൽ വലിയ ബുദ്ധിമുട്ടുകളോ വരുന്നു, അല്ലെങ്കിൽ ബിസിനസ് സ്മൂത്തായി കൊണ്ടുപോകാൻ പറ്റുന്നില്ല, ഒരു സ്മൂത്തായി പൊയ്ക്കൊണ്ടിട്ട് പിന്നെ അത് ഡൗൺ ആവുന്നു. ഇങ്ങനെ വന്നാൽ ശനിപ്രീതികരമായ കാര്യങ്ങൾ ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ ബിസിനസ്സിൽ മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിലെ ദുരിതങ്ങൾ മോചിക്കാൻ ശനിയെ പ്രീതിപ്പെടുത്തി തന്നെ പോകണം. ലൈഫ് ലോങ് ഞാൻ ഈ പറയുന്ന എല്ലാം ലൈഫ് ലോങ് ചെയ്യേണ്ടതാണ്. അതിനെന്നും നിങ്ങൾ ക്ഷേത്രങ്ങൾ ഓടണമെന്നും പൂജകൾ ചെയ്യണമെന്നല്ല, ജപമോ ദാനധർമ്മങ്ങളോ ഉണ്ടായിരിക്കാമെന്നർത്ഥം. ഇങ്ങനെ ചെയ്ത് മുന്നോട്ട് പോയാൽ ജീവിതം വിജയിക്കും. നിങ്ങളെ സംബന്ധിച്ച് മഞ്ഞപ്പുഷ്യരാഗം, മുത്ത്, അതല്ലെങ്കിൽ മുത്തിന് തുല്യമായിട്ട് നമുക്ക് വെള്ളപുഷ്യരാഗം, ഇതിലേതെങ്കിലും ഒരെണ്ണം ധരിക്കുന്നത് നല്ലതാണ്. അല്ല, വെള്ളപുഷ്യരാഗം വേണ്ട, മുത്തിന് അല്ലെങ്കിൽ പകരമായിട്ട് ചന്ദ്രകാന്തം ധരിച്ചാൽ മതി. ചന്ദ്രകാന്തമോ മൊത്തോ 3 ക്യാരറ്റ് കുറയാതെ ലൈഫ് ലോങ് ധരിക്കുന്നത് നല്ലതാണ്. കാരണം നിങ്ങളെ സംബന്ധിച്ച് എപ്പോഴും ലൈഫിൽ ടെൻഷൻ അനുഭവിക്കുന്നവരായിരിക്കും. പവിഴം നിങ്ങൾക്ക് നല്ലതാണ്, ചെമ്പവിഴം. ഇത് രണ്ടും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ധരിക്കാവുന്നതും വലിയ കോസ്റ്റ്ലി അല്ലാത്ത
രത്നങ്ങളാണ്. പക്ഷേ ആ ഗ്രഹങ്ങൾ ജാതകാൽ എങ്ങനെയുണ്ടെന്നുകൂടെ നോക്കിക്കൊള്ളണം. ഒപ്പം തന്നെ നിങ്ങൾക്ക് ജോലിയിലും ശരീരസുഖത്തിനും മനസ്സുഖത്തിനും ഒക്കെ ഇത് രണ്ടും വേണം. അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് വ്യാഴം, തിങ്കൾ, ചൊവ്വ, വ്യാഴവും തിങ്കളും ചൊവ്വയാണ് നിങ്ങളെ ഏറ്റവും ഭാഗ്യം തരുന്ന ദിവസങ്ങൾ. പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും, ഒരു ജോലിയിൽ ജോയിൻ ചെയ്യാനായിരുന്നാലും ഒരു ആപ്ലിക്കേഷൻ അയക്കാനായിരുന്നാലും എല്ലാം ഈ ദിവസം എടുക്കുക. പ്രധാനപ്പെട്ട ഭാഗ്യം വരേണ്ട എല്ലാ കാര്യങ്ങൾക്കും ആ ദിവസം എടുക്കുക. മഞ്ഞ, വെള്ള, ചുവപ്പ് ദിവസങ്ങൾ നിങ്ങൾക്ക് ഭാഗ്യം നൽകും. ചിത്തിരയുടെ അവസാന പകുതിയായ ചിത്തിര 3, 4 പാദം, ചോതി, വിശാഖം ആദ്യത്തെ 3 പാദമായ മുക്കാല്, ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാരുമായിട്ട് ചേർന്ന് ആത്മാർത്ഥമായ ഇടപാടുകളൊന്നും ചെയ്യരുത്. അതായത് പിന്നെ സാമ്പത്തിക ഇടപാടുകൾ, പാർട്ട്ണർഷിപ്പ്, അവർ സുഹൃത്തുക്കളൊക്കെ ആത്മാർത്ഥ സുഹൃത്തുക്കളൊക്കെ എന്ന അർത്ഥം. അവരുമായിട്ട് ചേർന്നുള്ള രഹസ്യ ഇടപാടുകളോ ആത്മാർത്ഥ ഇടപാടുകളോ ഒന്നും പാടില്ല. ഇത് ശ്രദ്ധിച്ചാൽ ജീവിതത്തിൽ വിജയിക്കും. ഇതുപോലെ ജാതകം നോക്കിയിട്ട് ഇനിയും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും നക്ഷത്രം കൊണ്ട് കാണും. അതുപോലെ നിങ്ങൾ നക്ഷത്രത്തിൻ്റെ തന്നെ പാദങ്ങൾ കൊണ്ടും രേഖാണം കൊണ്ടും കാണും. അതുകൂടി കണ്ടെത്തി നിങ്ങൾ പരിഹാരം ചെയ്യുമ്പോൾ ജീവിതം വിജയിക്കും. ഒരു കാര്യം നിർബന്ധമായിട്ട് വിചാരിക്കുക, ഈശ്വരാനുഗ്രഹത്തോടെ ജ്യോതിഷം ഒരു വഴികാട്ടിയാണ്. ബാക്കി നമ്മുടെ യുക്തിയും ബുദ്ധിയും, ദൈവാധീനം എപ്പോഴും നമുക്ക് പ്ലാനിങ്ങും ബുദ്ധിയായിട്ടാണ് വളങ്ങുന്നത്. അങ്ങനെ ഈശ്വരാധീനം വർദ്ധിപ്പിച്ച് ജീവിക്കുക. ഒരു ജ്യോതിഷനും ഒരു മാന്ത്രികനും താന്ത്രികനും അവസാന വാക്കല്ല. അവരൊന്നും അല്ല ജീവിതം വിജയിപ്പിക്കേണ്ടത്. നമ്മൾ തന്നെയാണ് യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് ജീവിതം വിജയിപ്പിക്കേണ്ടത്. ഈ വീഡിയോയുടെ താഴെ എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട്. നിങ്ങളുടെ സംശയങ്ങൾക്കും കൺസൾട്ടിങ്ങിനും എല്ലാം നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്താൽ മതി. അതിനകത്ത് ആ നമ്പറിലേക്ക് നിങ്ങൾ ചോദ്യങ്ങൾ വാട്സപ്പ് ചെയ്തേക്കണം. ഞാൻ ഫ്രീ ആവുന്ന മുറയ്ക്ക് മറുപടി തരാം. തീർച്ചയായിട്ടും നമുക്ക് തരുന്ന എല്ലാ സപ്പോർട്ടിനും ഗുരുവായൂരപ്പൻ്റെ പേരിൽ നന്ദി, നമസ്കാരം. ഹരേ കൃഷ്ണ. നന്നായി വരട്ടെ, നന്നായി വരട്ടെ.